നമുക്ക് ചിന്തിക്കാമല്ലോ. എസ്തറിന്റെ പുസ്തകം 4-ാമത്തെ അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യത്തിലേക്ക് ശ്രദ്ധയെത്തിരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. വായിച്ചാട്ട്. സംഭവിച്ചതൊക്കെയും അറിഞ്ഞപ്പോൾ മൊർദെഖായി വസ്ത്രം കീറി രട്ടുടുത്ത് വെണ്ണീർ വാരി ഇട്ടുംകൊണ്ട് പട്ടണത്തിന്റെ നടുവിൽ ചെന്ന് കൈപ്പോടെ അത്യുച്ചത്തിൽ നിലവിളിച്ചു. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രിക്കായി സ്തോത്രം. കർത്താവേ, ഈ ആണ്ടിൻ്റെ പ്രാരംഭ ജനുവരി മാസം 5-ാമത്തെ ദിവസം രാത്രിയിൽ ഞങ്ങളെ കർത്താവേ ഞങ്ങളുടെ നടുവിൽ ഇറങ്ങി വന്ന കൃപകൾക്കായി സ്തോത്രം. വായിച്ചു കേട്ട തിരുവെഴുത്തിനായി നന്ദി. ഏതാത്മാവിനാണോ ഇത് എഴുതപ്പെട്ടത് അതേ ആത്മാവിൽ ശുശ്രൂഷിപ്പാൻ കർത്താവ് ഞങ്ങളെ ബലപ്പെടുത്തുമാറാകണമേ. ആമേൻ. ഞങ്ങൾ കർത്താവ് ശുശ്രൂഷ ചെയ്യിപ്പാനല്ലോ, ശുശ്രൂഷിപ്പാനാണല്ലോ കർത്താവ് ഞങ്ങൾ നടുവിലേക്ക് ഇറങ്ങി വന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഞങ്ങളുടെ മധ്യത്തിൽ നല്ലൊരു ശുശ്രൂഷ കർത്താവ് ചെയ്യുന്നതിനായി സ്തോത്രം. ആമേൻ. ഞങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണം. വിവിധ രാജ്യങ്ങളിൽ, പട്ടണങ്ങളിൽ, ജില്ലകളിൽ ആമേൻ ആയിരിക്കുന്ന മുഴുവൻ ജനത്തെയും ദൈവം മാനിക്കണം. ഹൃദയങ്ങളെ അറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരു വലിയ ദൈവം ഞങ്ങൾക്കുണ്ട് എന്ന് പിന്നെയും മനസ്സിലാക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ. അടിയനോട് സംസാരിക്കണം, ജനത്തോട് സംസാരിക്കണം, രാജ്യങ്ങളോട് സംസാരിക്കണം. രാജ്യത്തിൻ്റെ സുവിശേഷം ഇന്ന് രാത്രിയിൽ പുറത്തു വരപ്പെടുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണം. അതിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ എതിരുകളും, പൈശാചിക മണ്ഡലങ്ങളും, എതിര് ആരാധനകളും, ദുഷ്ടന്റെ കോട്ടകളും, ആമേൻ, അവന്റെ അടിവേരുകളും ഇന്ന് രാത്രി ഇളകി മാറപ്പെടുവാൻ സ്വർഗം സഹായിക്കണമേ. ഈ ശബ്ദം എവിടെയൊക്കെ മുഴങ്ങുന്നുവോ, ഏതൊക്കെ ദേശത്ത് ഈ ശബ്ദം രാജ്യത്ത് കേൾക്കുന്നുവോ അവിടെയെല്ലാം ഇന്ന് രാത്രി വിടുതലിൻ്റെ രാത്രിയാക്കി, ഉത്ഥാനത്തിന് രാത്രിയാക്കി കർത്താവ് തീർക്കുന്നതിനായി സ്തോത്രം. എതിരികളെ തകർക്കുന്ന, താമ്രക്കഥകളെ ഉടയ്ക്കുന്ന, ശത്രുവിൻ്റെ ആമേൻ പ്രവർത്തനങ്ങളെ തകർക്കുന്ന ഒരു വലിയ ദൈവത്തിൻ്റെ പ്രവൃത്തി ഇന്ന് രാത്രി വെളിപ്പെടുത്തുമാറാകണമേ. പരിചയം കൊണ്ടോ തഴക്കം കൊണ്ടോ പഴക്കം കൊണ്ടോ ഞങ്ങളുടെ കർത്താവെ ഞങ്ങൾ സംസാരിപ്പാൻ ദൈവം അനുവദിക്കരുത്. ആമേൻ, സ്തോത്രം. ദൈവം ഞങ്ങൾക്ക് പുതിയത് തരുമാറാകണമേ. ഇന്നലെ വരെ ചിന്തിച്ചതല്ല, ഇന്നലെ വരെ ഞങ്ങളുടെ ആമേൻ സ്തോത്രം ഞങ്ങൾ പ്രസംഗിച്ചതോ അല്ലെങ്കിൽ പാടിയതോ പ്രാർത്ഥിച്ചതോ അല്ല. ഈ 5-ാമത്തെ രാത്രി ഞങ്ങളൊരു പുതിയ വ്യക്തിയാക്കി, പുതിയ മനുഷ്യനാക്കി തീർക്കുന്ന വലിയ ദയക്കായി സ്തോത്രം ചെയ്യുന്നു. കൃപയിൽ മറയ്ക്കണം, അത്ഭുതം ചെയ്യണം. ഞങ്ങൾ സന്നിധി ദാഹത്തോടെ, പ്രതീക്ഷയോടെ, അലസതയില്ലാതെ അങ്ങയുടെ സന്നിധി ബോധത്തോടെ ആയിരിക്കുന്ന ജനത്തോട് ദൈവം സംസാരിക്കണമേ. അങ്ങ് പറഞ്ഞല്ലോ, 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കടന്നു വരുമോ അവിടെ ഞാൻ ഉണ്ട് എന്ന്. ഇന്ന് രാത്രി ആയിരിക്കുന്ന ജനത്തോട് ദൈവം സംസാരിക്കണം. അതിനായി ഞങ്ങളെ ഉപയോഗിക്കുമാറാകണം, കൃപയിൽ പൊതിയണം. യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇന്ന് രാത്രിയിൽ നമ്മൾ വായിച്ച തിരുവെഴുത്ത് വളരെ അനുഗ്രഹിക്കപ്പെട്ട തിരുവെഴുത്താണ്. പ്രൈസ് ദി ലോർഡ്. ഓരോ വാക്യത്തിനകത്തും 1000 ദൂതുകൾ അടങ്ങപ്പെട്ട് ആമേൻ സ്തോത്രം. നമുക്കറിയാം, യഹൂദ പട്ടണത്തിനകത്തളങ്ങളിൽ ആമേൻ സ്തോത്രം സ്വസ്ഥതയ്ക്ക് വേണ്ടി, സമാധാനത്തിനു വേണ്ടി ആമേൻ കേഴുന്ന, പ്രാർത്ഥിക്കുന്ന ഒരു തലമുറയെ ദൈവം വാർത്തെടുക്കുകയാണ്. അങ്ങനെയെങ്കിൽ ആമേൻ സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ആമേൻ. യഹൂദയുടെ നടുവിൽ വന്ന വിഷമങ്ങളും അസ്വസ്ഥതകളും വേദനകളെ സംബന്ധിച്ച് ഒരു മനുഷ്യൻ ആമേൻ വസ്ത്രം കീറി പൂഴുവാരിയിട്ടുകൊണ്ട് പട്ടണത്തിൻ്റെ നടുവിൽ വന്ന് നിലവിളിക്കുന്നത് നമ്മൾ കേട്ടു. ആ നിലവിളിയുടെ ആഴം എന്തെന്നറിയാമോ? ഏതാ സംഭവിച്ചത്? എന്താ അവിടെ പ്രശ്നം? അവിടെ എന്തെങ്കിലും വിഷയങ്ങളുണ്ടോ എന്നൊക്കെ ചിന്തിക്കേണ്ടതായി കൊണ്ട് കേട്ടോ. അതറിയണമെങ്കിൽ 3-ാമത്തെ അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ ഒരു വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുകയാണ്. പക്ഷേ ഈ 3-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ ആമേൻ സ്തോത്രം അതിൻ്റെ 1-ാമത്തെ വാക്യം മുതൽ നമ്മൾ ദൂതുകൾ മാത്രം പരിശോധിക്കുമ്പോൾ ആമേൻ അതിനകത്ത് ഒരു വലിയ ആമേൻ ദൈവത്തിൻ്റെ നിയോഗം വെളിപ്പെടുകയാണ്. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ചിലപ്പോഴൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്, ഈ ദൈവത്തിന് ബോധമില്ലേ, ഈ ദൈവത്തിന് എന്താ ജ്ഞാനമില്ലേ, ഈ ദൈവം എന്താ ഒന്നും കാണുന്നില്ലേ, എന്താ ഇതൊക്കെ പ്രവർത്തിക്കുന്നത്, പൊട്ടത്തനമാണോ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് കേട്ടോ. പക്ഷേ അതല്ല ഇവിടെ സംഭവിക്കുന്നത്. ആ പറഞ്ഞതും ചിന്തിച്ചതും എല്ലാം തിരുത്തി കുറിക്കുന്ന അധ്യായമാണ് 4-ാമത്തെ അധ്യായം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. 3-ാമത്തെ അധ്യായത്തിൽ ദൈവത്തിന് തപ്പൊന്നും പറ്റിയില്ല. നമ്മുടെ കർത്താവ് തപ്പ് പറ്റത്തില്ല ഒരിക്കലും. നമുക്ക് തപ്പ് പറ്റിയാലും ദൈവത്തിന് തപ്പ് പറ്റാറില്ല. കാരണം ആമേൻ സ്തോത്രം നമ്മുടെ ചിന്തയെല്ലാം ഈ ഭൂമിയിലെ നന്മകൾക്ക് പിന്നാലെയാണ്. പക്ഷെ ദൈവത്തിൻ്റെ ചിന്ത അങ്ങനെയല്ല. ഇന്ന് രാത്രി ചിന്തകൾക്ക് വിരാമം കുറിക്കുന്ന ഒരു ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിലും പട്ടണങ്ങളിലും വെളിപ്പെടുത്തുവാൻ ദൈവത്തിന് പദ്ധതി കൊണ്ട്. വായിക്കാം 3-ാമത്തെ അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം. പ്രൈസ് ദി ലോർഡ്. വായിച്ചാട്ടെ. അപ്പോൾ രാജാവ് തന്റെ മോതിരം കയ്യിൽ നിന്ന് ഊരി ആഹാഗ്യനായ ഹമ്മേദാദയുടെ മകനായി
യഹൂദന്മാരുടെ ശത്രുവായ ഹാമാന് കൊടുത്തു. അതിനകത്തൊരു വലിയ ദൂതുണ്ട് കേട്ടോ. എന്താ നമ്മൾ വായിച്ചു കേട്ടത്? യഹൂദന്മാരുടെ ശത്രുവായ ഹാമാന് കൊടുത്തു. ആമേൻ. ദൈവത്തിന് തപ്പുപറ്റിയതല്ല. ആ വാക്ക് ശ്രദ്ധിക്കണം. ആമേൻ. ചിലപ്പോഴൊക്കെ ശത്രു പ്രബലനാകാറുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ മൗനം പാലിക്കുമ്പോൾ ശത്രു പ്രബലനാകട്ടെ. എന്താ മോർദെഖായി ചെയ്ത തെറ്റ്? ആമേൻ. പ്രൈസ്. വേദപുസ്തകം നമ്മെ പഠിപ്പിക്കും. ഉൽപ്പത്തി മുതൽ യോശുവയുടെ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ ഒരു വലിയ ആത്മാവിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തുകയാണ്. ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം, യോശുവ ഇങ്ങനെ പഠിച്ചു വരുമ്പോൾ ദൈവത്തിന്റെ വലിയ മഹത്വം അതിനകത്ത് വെളിപ്പെടുമ്പോൾ ഇസ്രായേൽ ജനത്തിനു വേണ്ടി ഇടിവിൽ നിൽക്കപ്പെട്ട ഒരു കൂട്ടം പേരുണ്ടായിരുന്നു. ആമേൻ. ഇന്ന് രാത്രി ജയം പ്രാപിച്ചവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഇതിനകത്ത് നമ്മൾ വായിക്കുമ്പോൾ അപ്പോൾ രാജാവ് തൻ്റെ മോതിരം കയ്യിൽ നിന്ന് ഊരി, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. നോക്കിക്കേ, ശത്രുവായിരിക്കുന്ന ആരുടെ ശത്രു? യഹൂദന്മാരുടെ ശത്രുവായ ഹാമാന് കൊടുത്തു. ഇതാണ് പ്രശ്നം. ഇത് ആരറിഞ്ഞെന്നറിയാമോ? ഇത് അറിഞ്ഞത് മൊർദെഖായി. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിക്കുന്നവൻ, ആമേൻ, ഒരു മനുഷ്യനെ വിവേചിപ്പാനുള്ള വിവേചനവരം പ്രാപിച്ചവൻ, വെളിപ്പാട് പ്രാപിച്ചവൻ, ദർശനം പ്രാപിച്ചവൻ, അയോഗ്യനെയും നീതിമാനെയും തമ്മിൽ തിരിച്ചറിയാനുള്ള ഒരു ആത്മബലം പ്രാപിച്ചവൻ മൊർദെഖായി ഇത് കേട്ടപ്പോഴാണ് ഇവിടെ പറഞ്ഞത്, സംഭവിച്ചതൊക്കെയും അറിഞ്ഞപ്പോൾ മൊർദെഖായി വസ്ത്രം കീറി രട്ടുടുത്ത് വെണ്ണുനീർ വാരി ഇട്ടുകൊണ്ട് പട്ടണത്തിന്റെ നടുവിൽ ചെന്ന് കൈപ്പോടെ അത്യുച്ചത്തിൽ നിലവിളിച്ചു. ഹല്ലേലൂയ. കൈപ്പോടെ അത്യുച്ചത്തിൽ എല്ലാവരും കേൾക്കെ. ഇന്ന് രാത്രി കഴിഞ്ഞ നാളുകളിൽ പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് മറുപടി വരാൻ പോകുകയാ. സ്തോത്രം. ഒറ്റപ്പെടുത്തിയവരുടെ നടുവിൽ, കുറ്റപ്പെടുത്തിയവരുടെ നടുവിൽ മൊർദെഖായിക്ക് വിടുതൽ സംഭവിക്കാൻ പോകുകയാ. മൊർദെഖായിക്ക് മാത്രമല്ല കേട്ടോ, മൊർദെഖായിയുടെ കൂടെ നിൽക്കുന്ന എസ്തേർ, തീർന്നില്ല. യഹൂദ പട്ടണം മുഴുവൻ വിടുതൽ പ്രാപിക്കുന്ന ദിവസങ്ങളാക്കി ദൈവം തീർത്തു. ഒന്ന്, രാജാവിന് തപ്പ് പറ്റിയതല്ല കേട്ടോ, ശ്രദ്ധിക്കണം. രാജാവിന് തപ്പ് പറ്റിയതല്ല. രാജാവിൻ്റെ അന്തഃപുരത്തിനകത്ത്, ഒന്നുകൂടെ ആഴത്തിൽ പറഞ്ഞാൽ, രാജാവ് കിടക്കുന്ന റൂമിനകത്ത്, ബെഡ്റൂമിനകത്ത് സൂര്യപ്രകാശം പോലും അടിക്കാതെ, പുറത്തു നിന്നൊരു ശബ്ദം പോലും അകത്ത് കേൾക്കാതെ അത്ര സേഫ്റ്റി ആയിരിക്കുന്ന അന്തഃപുരത്തിനകത്ത് ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ ഇറങ്ങിച്ചെന്നു. വാസ്തി രാജ്ഞി നോക്കി നിൽക്കേ. അതിനകത്ത് അതിനേക്കാൾ പ്രാഗൽഭ്യമുള്ള ഒരു ദൈവ പൈതൽ അതിനകത്ത് കടന്നു ചെന്നു. ഇന്ന് രാത്രി ദൈവകുഞ്ഞെ, പലരും യോഗ്യന്മാരെന്ന് പറഞ്ഞ് നോക്കി നിൽക്കുമ്പോൾ അതിനിടയിൽ കണ്ണീരോടും പ്രാർത്ഥനയോടും കൂടെ ചിലര് എണീക്കാൻ പോകുകയാ. ഈ തലമുറയിൽ ചിലരെ ഉപവാസത്തോടും പ്രാർത്ഥനയോടും ദൈവം ദേശത്തിന്റെ മധ്യേ എണീപ്പിക്കും. അത് രാജ്യത്തിന്റെ മധ്യേ, രാജ്യത്തിന്റെ കടികാരത്ത് വരെ, വ്യവസ്ഥകൾ വരെ തെറ്റിക്കത്തല തലത്തിൽ ദൈവം ചിലരെ ഉപയോഗിക്കുന്ന നാളുകൾ വിദൂരമല്ല. അതിലൊരു വ്യക്തിയാണ് മൊർദെഖായി. മൊർദെഖായി നിരപരാധിയാണെന്നും മൊർദെഖായി ഹാമാനെ വണങ്ങാത്തത് കൊണ്ടാണെന്നും ഇതെല്ലാം അഹശ്വേരോശ് രാജാവിന് അന്തഃപുരത്തിൽ തന്നെ തനിക്ക് അറിവ് കിട്ടി. മനഃപൂർവ്വം തന്നെയാണ് ഹാമാന്റെ മുഖത്തുള്ള സന്തോഷത്തെയും ഹാമാന്റെ മുഖത്തുള്ള ആ ഒരു ഗൗരവത്തെയും പുറത്ത് കാണത്തക്ക തലത്തിലാണ് രാജാവ് മുദ്രമോതിരം ഊരി സ്തോത്രം ഹാമാന്റെ വിരലിൽ ഇട്ടുകൊടുക്കുന്ന. ശ്രദ്ധിക്കൂ, ഇത് ശത്രുവിന് വലിയ ആയുസില്ല ഈ മോതിരത്തിൽ. കാരണം ഇതിനകത്ത് ആ രാജ്യത്തിന്റെ മുദ്രയാണ്. ഇന്ന് രാത്രിയിൽ രാജ്യത്തിന്റെ മുദ്ര അതിനകത്ത് പതിപ്പിച്ച് ആ മുദ്രമോതിരത്തിനകത്തുകൂടെ ദൈവത്തിന്റെ പ്രവൃത്തി മൊർദെഖായി കൂടെ വെളിപ്പെടുവാൻ സമയം ബാക്കി നിൽക്കെ ദൈവത്തിന്റെ പ്രവൃത്തി ആ പുസ്തകത്തിനകത്ത് വെളിപ്പെടുകയാ. ഒന്നുകൂടെ നമുക്ക് വായിക്കാമോ? അതേ 3-ാമത്തെ അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 3:5. ആമേൻ. അതിനകത്ത് ഒരു വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടുക. 3:5 ഒന്ന് വന്നാട്ടെ, കുറച്ചുകൂടെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ കഴിയും. വായിച്ചേ. മൊർദെഖായി തന്നെ കുമ്പിട്ട് നമസ്കരിക്കുന്നില്ലെന്ന് കണ്ടിട്ട് ഹാമാൻ കോപം കൊണ്ട് നിറഞ്ഞു. അപ്പൊ ക്ലിയർ ആയല്ലോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു അഭിഷേകം പ്രാപിച്ച ഒരു ദൈവ പൈതൽ, ഒരു ദൈവകൃപ പ്രാപിച്ച ദൈവ പൈതൽ ആരെ വണങ്ങണം, ആരെ വണങ്ങണ്ട എന്നുള്ള കാര്യം ഇതിൽ വ്യക്തമാണ്. പലപ്പോഴും ശത്രുക്കൾ കൂടുന്നത് എന്താണ്? ദാവീദിന് ശത്രുക്കൾ കൂടിയില്ലേ? ആമേൻ. മൊർദെഖായിക്ക് ശത്രുക്കൾ കൂടിയില്ലേ?
അബ്രഹാമിന് ശത്രു കൂടിയില്ലേ? തീർന്നില്ല. അബ്രഹാമിന്റെ മകൻ ഇസഹാക്കിന് ശത്രുക്കൾ കൂടിയില്ലേ? സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇന്ന് രാത്രിയിൽ അഭിഷേകം പ്രാപിച്ചവന് ശത്രു കൂടും, അഭിഷേകം പ്രാപിച്ചവൾക്ക് ശത്രുവിന്റെ എണ്ണം വർദ്ധിക്കും. കാരണം അവരെ ഭരിക്കുന്നത് ഈ ലോകത്തിലെ ശക്തിയല്ല, അവരെ നയിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് സകലത്തെയും വ്യാഖ്യാനിക്കും, പരിശുദ്ധാത്മാവ് സകലത്തെയും വെളിപ്പെടുത്തും. മൊർദെഖായിക്ക് ഹാമാന്റെ ഒറ്റ നോട്ടത്തിൽ അവന്റെ അകത്തളങ്ങളിൽ ചഞ്ചലിച്ച സകല വിഷയങ്ങളും മൊർദെഖായിക്ക് വെളിപ്പെട്ടു വന്നു. ഒരു സ്ക്രീനിൽ എഴുതി കാണിക്കുന്നത് പോലെ, ഒരു സ്ക്രീനിൽ വരച്ചു കാണിക്കുന്നത് പോലെ, ആമേൻ, ഹാമാന്റെ സകല രഹസ്യങ്ങളും ഗൂഢപദ്ധതികളും നിഗൂഢതകളും വക്രതകളും വഞ്ചനകളും ചതിവുകളും പ്രാർത്ഥിക്കുന്ന മൊർദെഖായിയുടെ നടുവിൽ ദൈവം എല്ലാം വരച്ചു കാട്ടി. ഇന്ന് രാത്രി ദൈവകുഞ്ഞുങ്ങൾ 2026 വെളിപ്പാട് പ്രാപിച്ചവരായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. വെളിപ്പാട് പ്രാപിച്ചവരായിരിക്കണം. ഈ കാലഘട്ടം ദുഷ്കരമാണ്. ഹല്ലേലൂയ. ഈ കാലഘട്ടത്തിൽ വെളിപ്പാട് പ്രാപിക്കുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഇന്ന് രാത്രിയിൽ സ്തോത്രം. മൊർദെഖായിക്ക് നേരെ വന്ന സ്തോത്രം ശത്രു മറ്റാരുമല്ല, അഹശ്വേരോശ് രാജാവിന്റെ അകമ്പടി നായകരായിരിക്കുന്ന സ്തോത്രം ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന രാജാവിന്റെ ജീവനെ കാവൽ നിൽക്കുന്ന ഹാമാനാണെന്ന് മൊർദെഖായിക്ക് മനസ്സിലായി. കാരണം ഇന്ന് രാത്രിയിൽ ഇതിനകത്തിരിക്കുന്ന ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നു, നീ സ്നേഹിച്ചത് മനുഷ്യന്റെ ഹൃദയത്തെ നോക്കിയായിരിക്കണം. ഹല്ലേലൂയ. ഹൃദയത്തെ നോക്കി സ്നേഹിച്ചു കഴിഞ്ഞാല് ഒരിക്കലും ഒരു മനുഷ്യന് മാറിയിരിക്കാൻ കഴിയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഹൃദയത്തിനകത്തുള്ള നിഗൂഢതകളെ മനസ്സിലാക്കി മാത്രമാണ് ഒരു വ്യക്തിയെ നിങ്ങൾ പരിചയപ്പെടാൻ. സ്തോത്രം. പുറമേ കാണിക്കുന്നതൊന്നും നിങ്ങൾ നോക്കരുത്. ഹൃദയത്തിൻ്റെ അകത്തളങ്ങളിൽ വല്ലതും ഉണ്ടോ എന്ന് നോക്കിയിട്ട് കൈ കൊടുക്കാവൂ. അതിന് ബെറ്ററാണ് മൊർദെഖായി. സ്തോത്രം. ഇന്ന് രാത്രിയിൽ മൊർദെഖായി സംഭവിച്ചതല്ല അറിഞ്ഞു കേട്ടോ. തീർന്നില്ല കേട്ടോ. 3-ാമത്തെ അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം കൂടെ ഒന്ന് വായിച്ചേ. 3:8. സ്തോത്രം. അദ്ദേഹം കൂടെ ആ വാക്യം കൂടെ ഒന്ന് വായിച്ചേ. 3:8. പിന്നെ ഹാമാൻ അഹശ്വേരോശ് രാജാവിനോട്, നിന്റെ രാജ്യത്തിലെ സകല സംസ്ഥാനങ്ങളിലുമുള്ള ജാതികളുടെ ഇടയിൽ ഒരു ജാതി ചിന്നിച്ചിതറി കിടക്കുന്നു. അവരുടെ ന്യായപ്രമാണങ്ങൾ മറ്റുള്ള സകല ജാതികളുടേതിനോടും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അവർ രാജാവിന്റെ പ്രമാണങ്ങളെ അനുസരിക്കുന്നതുമില്ല. അതുകൊണ്ട് അവരെ അങ്ങനെ വിടുന്നത് രാജാവിന് യോഗ്യമല്ല. കണ്ടോ, എങ്ങനെയൊക്കെ പാരപണിയാൻ പറ്റുമോ അങ്ങനെയെല്ലാം രാജാവിൻ്റെ അടുത്ത് നുണ പറയുന്ന ഒരു മനുഷ്യനാണ് ഹാമാൻ. സ്തോത്രം. ഹല്ലേലൂയ. ഇങ്ങനെ വിടരുത് കേട്ടോ. നിന്റെ ഭാര്യയെ ഇങ്ങനെ വിടരുത്, അഴിച്ചു വിട്ടതുപോലെ പിടിച്ചോളണം, പിന്നെ കിട്ടത്തില്ല. നിന്റെ ഭർത്താവിനെ ഇങ്ങനെ വിട്ടുകളയരുത്. നിന്റെ മക്കളെ ഇങ്ങനെ വിടരുത്. മക്കളെ നീ ഇങ്ങനെ ചെയ്യല്ലേ, നിന്റെ അമ്മ ഭയങ്കര ചെലവ് അറിയാം, അതുകൊണ്ട് നീ നിന്റെ കയ്യിൽ കുറെ ഒതുക്കണം കേട്ടോ, അമ്മയുടെ അടുത്തെല്ലാം പറയരുത്. ഇതെല്ലാം നുണച്ചികളാ, നുണയന്മാരാ. വലിയ ആയുസ്സൊന്നുമില്ല ഇതിന്. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ ഒന്നും ചെയ്യരുത് കേട്ടോ. അമ്മ ഡർബാർ അടിക്കും, അപ്പോൾ മക്കൾ നിങ്ങൾ ചെയ്യരുത്. സ്തോത്രം. എടി, നിന്റെ ഭർത്താവ് ഭയങ്കര ഡർബാറാ, നീ കൈ കുറച്ചുകൂടെ അങ്ങ് പിടിച്ചോളണം, അദ്ദേഹത്തിന് സൂക്ഷിക്കണം. ഇതൊക്കെ പറയുമ്പോൾ ശ്രദ്ധിക്കണം, ഇവരിൽ ഭരിക്കുന്നത് ദൈവാത്മാവ് അല്ല. പ്രൈസ് ദി ലോർഡ്. ഹാമാന്റെ വീഴ്ചയ്ക്ക് അവൻ കുഴിവെട്ടിരിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. ഹാമാന്റെ വീഴ്ചയ്ക്ക് അവൻ തന്നെ കുഴിവെട്ടുകയാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവവൈതലേ, വസ്ത്രം കീറിയാൽ ശ്രദ്ധിക്കണം, അടി ഉറപ്പ. പ്രൈസ് ദി ലോർഡ്. മൊർദെഖായി ഒരു അഭിഷക്തന്റെ വസ്ത്രം ഏതാ? രാജവസ്ത്രമൊന്നും അല്ല മൊർദെഖായി ധരിച്ചിരിക്കുന്നത്. പിന്നെ എന്താ? ഉള്ളിച്ചാക്ക്. അറിയാമോ ഉള്ളിച്ചാക്ക്? ഉള്ളിച്ചാക്ക് നമ്മുടെ മലയാളത്തിൽ പറഞ്ഞ ഉള്ളി കൊണ്ടുവരുന്ന ചാക്ക്. ഈ ചാക്ക്, പ്രൈസ് ദി ലോർഡ്, ഇതിനെ 1-2 ഭാഗവും കട്ട് ചെയ്തിട്ട് കൈ കയറ്റി ഇടുന്ന ഒരു ഷർട്ടായിട്ടേക്കുന്ന പുള്ളി. ചാക്ക് കണ്ടം പുതച്ചുകൊണ്ട അഹശ്വേരോശ് രാജാവിൻ്റെ സന്നിധിയിൽ പോകാൻ പോലും കഴിയാതെ സൂസൻ രാജധാനിയുടെ പട്ടണത്തിൻ്റെ വാതുക്കൽ ഇരിക്കുന്ന ഈ മനുഷ്യൻ അയോഗ്യനെന്ന് കണ്ട്, വൃത്തിയില്ലാത്തവരെന്ന് കണ്ട്, സ്തോത്രം, വലിയ ഗ്ലാമറൊന്നും ഇല്ല എന്ന് കണ്ട് അവനെ ഒന്ന് മനസ്സിലാക്കാതെ അവനെതിരെ പണി വയ്ക്കാൻ തുടങ്ങി. ഇന്ന് രാത്രി സ്തോത്രം, ഹല്ലേലൂയ, ചിലർ നിനക്ക് നേരെ, നിന്റെ കുടുംബത്തിന് നേരെ, നിന്റെ തലമുറയ്ക്ക് നേരെ ചിലത് ഉന്നയിക്കാൻ വരുമ്പോൾ ശ്രദ്ധിക്കണം. അവന്റെ വീടിന്റെ അകത്തളങ്ങൾ ദൈവം കുളം തോണ്ടു എന്നുള്ള കാര്യം മറന്നു പോരുത്. സ്തോത്രം.
ഹല്ലേലൂയ. ആമേൻ. വലിയ യോഗ്യനൊന്നുമല്ല. നല്ല ആമേൻ സ്തോത്ര ഷർട്ടോ അല്ലെങ്കിൽ ആമേൻ വസ്ത്രമൊന്നും പുതച്ച് ആമേൻ അരയിൽ ബെൽറ്റ് എല്ലാം കെട്ടി ഒരു വലിയ സന്നാഹത്തോടെയൊന്നും അല്ല അവിടെ ഇരിക്കുന്നേ. അവന്റെ പ്രാർത്ഥിക്കുന്നവൻ ഇന്ന് രാത്രി എവിടെ മുഴങ്കാൽ മടക്കുമോ ആമേൻ സ്തോത്രം, അത് ആ പട്ടണം മാത്രമല്ല കേട്ടോ, രാജാവിന്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ വരെ തിരുത്തി കുറിക്കാൻ ഒരു അഭിഷക്തന് കഴിയും. ഹല്ലേലൂയ. ഒരു രാജ്യത്ത് വാഴണമെങ്കിൽ അതിന്റെ സകല രാജാവിന്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾക്ക് ആമേൻ. അഭിഷക്തന്മാർ ചിന്തിക്കുന്നതായിരിക്കും, പാസ് എന്താ പുലമ്പുന്നായിരുന്നു രാത്രി, പിച്ചുമ്പയോ ആണ് പുലമ്പുന്നേ. ഞാൻ വചനമാ പറയുന്നത്, രാത്രി ശ്രദ്ധിക്കണം. പീലാത്തോസിന്റെ മനസ്സിനെ മാറ്റിയ ഒരു ദൈവം ഇന്ന് രാത്രി ഇതിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. പീലാത്തോസിന്റെ ഭാര്യ തന്റെ അടുത്ത് വന്ന് പറയുക, അവൻ ആരെന്നറിയാമോ? അവൻ കുറ്റമില്ലാത്തവനാണ്, അവൻ ഒരു തെറ്റും ചെയ്യാത്തവനാണ് എന്ന് പറഞ്ഞ് പീലാത്തോസിന്റെ അരമനയ്ക്കകത്തുനിന്ന് തന്നോട് കൂടെ അന്തി ഉറങ്ങുന്ന തന്റെ ഭാര്യ പറയുക, എനിക്ക് ഉറക്കം വരുന്നില്ല. എന്താ നിങ്ങൾ ഉറങ്ങാത്തത്? എനിക്ക് ഉറക്കം വരുന്നില്ല. ഒരുത്തൻ ഉറങ്ങാതെ ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ട് രക്തം മാർന്ന് അവിടെ തുറുങ്കിൽ അടച്ചിട്ടിരിക്കുക. നാളെ അവനെ ശിക്ഷ വിധിക്കണം. അവന് നിങ്ങൾ ശിക്ഷ വിധിക്കരുത്, അവനൊരു കുറ്റവും ചെയ്യാത്തവനാണെന്ന് പീലാത്തോസിന്റെ ഭാര്യ പീലാത്തോസിനോട് പറഞ്ഞെങ്കിൽ ഇന്ന് രാത്രി ദൈവാത്മാവ് വിളിച്ചു പറയുന്നു, കുറ്റം ചെയ്യാത്ത നിന്നെ ശിക്ഷ വിധിക്കാൻ നിൽക്കുന്ന ചില അയോഗ്യന്മാരുടെ അടിസ്ഥാനങ്ങളെ ഇളക്കുന്ന ഒരു ദൈവം ഇന്ന് രാത്രി വെളിപ്പെടുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. മനസ്സിലാകുന്നുണ്ടോ? ഒരു രാജാവിന്റെ ഹൃദയത്തെ ഒന്ന് തിരിക്കാൻ ഒരു അഭിഷക്തന് കഴിയും. ഹല്ലേലൂയ. ഒരു അഭിഷക്തയ്ക്ക് കഴിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അതെങ്ങനെയെന്നല്ലേ? ഹല്ലേലൂയ. അഭിഷക്തന്മാർക്ക് മാത്രമല്ല കേട്ടോ കൃപ, അഭിഷക്തമാർക്കും കൃപയുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. അതില് വേദപുസ്തകത്തിലൊരു അഭിഷക്തയാണ് ഇതിനകത്ത് എസ്തേർ. ആമേൻ. എസ്തേറിന്റെ അടുത്ത് വേറെ ആരും ചോദിക്കാത്തൊരു ചോദ്യം, അഹശ്വേരോശ് രാജാവ് വേറെ ആരോടും ചോദിക്കാത്തൊരു ചോദ്യം, രാജ്യത്തിന്റെ പകുതി വേണമോ നിനക്ക് ചോദിക്ക്. ഹല്ലേലൂയ. അവൾ പറഞ്ഞു, രാജ്യത്തിന്റെ പകുതി എനിക്കെന്തിനാ? ഈ രാജ്യമേ എനിക്കുള്ളതാ. പ്രൈസ് ദി ലോർഡ്. ഇതിന്റെ ഒരറ്റം മുതൽ മററ്റം മുതൽ ഈ അറ്റം വരെ എനിക്ക് നിയമിക്കപ്പെട്ടതാ. അതുകൊണ്ട് എനിക്കിതിന്റെ പകുതിയൊന്നും വേണ്ട. പിന്നെ എന്താ വേണ്ടത്? ഞങ്ങൾക്ക് സ്വസ്ഥത വേണം. സ്വസ്ഥത ഇല്ലാതെ ആരെങ്കിലും ഇരിപ്പുണ്ടെന്ന് രാത്രി? ഇതിനകത്ത് സ്വസ്ഥത നഷ്ടപ്പെട്ട ആരെങ്കിലും ഇരിപ്പുണ്ടോ ഇതിനകത്ത്? ഹല്ലേലൂയ. സ്വസ്ഥത തരാൻ ദൈവം ഇതിന്റെ കുടുംബത്തിന് മാത്രമല്ല ദേശത്തിന് നടുവിൽ സ്വസ്ഥതയില്ലാതിരിക്കുന്ന ഒറ്റപ്പെട്ട് കഴിയുന്ന ആരോടൊക്കെയോ ദൈവാത്മാവെന്ന് രാത്രി പറയുന്നു, പ്രാർത്ഥിക്കാൻ മുട്ടുമടക്കാൻ നിനക്ക് പദ്ധതി ഉണ്ടെങ്കിൽ സ്തോത്രം. ഹല്ലേലൂയ. ഈ രാത്രി ദൈവകുഞ്ഞെ, ഹല്ലേലൂയ, ഞാൻ ചിന്തിച്ചു 2026 വരുമ്പോൾ കുറേ പേരൊക്കെ മാറുമെന്ന്, കുറച്ച് മാറ്റങ്ങൾ വരുമെന്ന്. ആമേൻ സ്തോത്രം. എന്തോ മാറ്റം. ഇന്നൊരു ദൈവദാസൻ പറയും, എന്താ മാറ്റം? ഒരു മാറ്റവും ഇല്ല ദൈവദാസന്. 2025 ജനം എങ്ങനെയാണോ ആരാധിക്കുന്നത് അതിനേക്കാളും താഴോട്ടാണ് വരുന്ന ജനം. ഒന്നിനും ദൈവഭയമില്ല. പരിശുദ്ധാത്മാവ് പ്രാപിച്ചത് എന്തിനാണെന്ന് പോലും അറിയാത്തൊരു ജനം. ഹല്ലേലൂയ. ഒരു ഏജില പാസ്റ്റ പറയുന്നത്. സ്തോത്രം. ആമേൻ. 500 ആയിരക്കണക്കിന് ജനമുണ്ട്, പക്ഷേ ഒന്നിന് പോലും ദൈവഭയമില്ല. സ്തോത്രം. കത്രിമേശയൊക്കെ വായിക്കുന്നത് ഇടത്തേക്കുണ്ട്. അദ്ദേഹം നിന്ന് വിശർക്കുക. കാരണം പ്രൈസ് ദി ലോർഡ്, എങ്ങനെയെങ്കിലും ഈ ആയുസ് കഴിഞ്ഞെങ്കിലും മതിയായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവകുഞ്ഞെ, ദൈവത്തെ ഭയപ്പെടാൻ ഒരു ദൈവ പൈതൽ തയ്യാറാകുമ്പോൾ, ഇവിടെ 4-ാം അധ്യായം പറയുന്നു, സംഭവിച്ചതൊക്കെയും അറിഞ്ഞപ്പോൾ മോർദെഖായി വസ്ത്രം കീറി. വായിക്കാം അടുത്തൊരു അധ്യായം, യോശുവയുടെ പുസ്തകം 7-ാമത്തെ അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, ആമേൻ, യോശുവയുടെ നേതൃത്വത്തിൽ കായി പട്ടണം പിടിച്ചടക്കാൻ, ആമേൻ, ഹല്ലേലൂയ, 5-ാമത്തെ അധ്യായം മുതൽ കായി പട്ടണത്തിനകത്ത് ആ പട്ടണത്തോട് ദാവീദിനൊരു മോഹമുണ്ടായിരുന്നു. ആ പട്ടണത്തെ പിടിച്ചടക്കാനും പിടിച്ചെടുക്കുവാനും. ആമേൻ, ഈ കായി പട്ടണം എരിഹോവിനോട് ചേർന്ന് കിടക്കുന്ന ഒരു പട്ടണമാണ്. ഈ കായി പട്ടണത്തിനകത്ത് ദാവീദിനൊന്ന് കയറണം. ഈ പട്ടണം എങ്ങനെയെങ്കിലും ഇവന് കൈക്കലാക്കണമെന്നുള്ളൊരു നിലപാടോടെ ദാവീദും ആമേൻ സ്തോത്രം തന്റെ ജനത്തെ ഇങ്ങനെ നയിക്കുകയാണ്.
അപ്പോൾ തന്നെ ഇതിനകത്ത് ഈ പട്ടണത്തിനകത്ത് അകത്തോട്ട് കയറ്റി വിടാതിരിക്കുന്ന കുറച്ചു പേരുണ്ട്. ഇന്ന് രാത്രി ഹല്ലേലൂയ, പട്ടണം നിനക്കുള്ളതാ, പക്ഷെ പട്ടണത്തിനകത്ത് നീ കയറണമെങ്കിൽ ദൈവമില്ലാതെ കയറാൻ കഴിയത്തില്ല. അത് ദാവീദിന് നല്ലവണ്ണം അറിയാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവമില്ലാതെ പട്ടണത്തിനകത്ത് കയറാൻ പറ്റില്ല. ദൈവമില്ലാതെ ഒരു സ്ഥലത്ത് കാലൂന്നാൻ കഴിയില്ല. ദൈവത്തിന്റെ സാന്നിധ്യമില്ലാതെ ഒരു ഗ്രൗണ്ടിനകത്ത് കാൽ വയ്ക്കാൻ പറ്റില്ല. ദൈവമില്ലാതെ ഒരു ദേശത്ത് കാൽ വയ്ക്കാൻ പറ്റില്ല. കാരണം ദൈവം അനുവദിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ആ പട്ടണത്തിൽ കയറാൻ കഴിയൂ. അത് ആമേൻ ദൈവവചനം മനസ്സിലായി കൊടുത്തു. വായിച്ചാട്ടെ 6-ാമത്തെ വാക്യം. യോശുവ വസ്ത്രം കീറി യഹോവയുടെ പെട്ടകത്തിന് മുമ്പിൽ അവനും ഇസ്രായേൽ മൂപ്പന്മാരും തലയിൽ മണ്ണ് വാരിയിട്ടുകൊണ്ട് സന്ധ്യ വരെ സാഷ്ടാംഗം വീണു കിടന്നു. ആമേൻ, ഹല്ലേലൂയ. യോശുവ വസ്ത്രം കീറി യഹോവയുടെ പെട്ടകത്തിന്റെ മുമ്പിൽ അവനും ഇസ്രായേൽ മൂപ്പന്മാരും തലയിൽ ആമേൻ മണ്ണ് വാരിയിട്ട് കൊണ്ട് സന്ധ്യ വരെ സാഷ്ടാംഗം വീണ് കിടന്നു. സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ. വീണ് കിടക്കാനുള്ള കാര്യമുണ്ട് കേട്ടോ. ഈ പട്ടണത്തെ ഒന്ന് പുറത്ത് കൊണ്ടുവരണം. ഇതിനകത്ത് വ്യാപരിക്കുന്ന ചില ആമേൻ പോരുകളുണ്ട്. പ്രൈസ് ദി ലോർഡ്. 2, ഈ യെരിഹോവിൽ നിന്ന് ആമേൻ സ്തോത്രം ബേഥേലിന് കിഴക്ക് ആമേൻ വരെയുള്ള സമീപത്തുള്ള ഹായി ആമേൻ അകത്തേക്ക് ഹായിലേക്ക് ആളുകളെ അയച്ച് അവരുടെ ആമേൻ ആ നിർബന്ധത്തിൽ അവരുടെ നിലയിൽ മുൻപിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. സ്തോത്രം. പക്ഷേ ഈ കാര്യം എങ്ങനെയെന്നറിയാമോ? ഈ ആമേൻ 7-ാമത്തെ അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ ഇതിന് തൊട്ട് മുൻപ് നമ്മൾ വായിച്ചു വരുമ്പോൾ വായിക്കണ്ട, അതിനകത്ത് ആമേൻ ദാവീദിനോട് പറ്റി നിന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു, യോനാഥാൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ യോനാഥാനും ശൗലും ഈ കായി പട്ടണത്തിനകത്തേക്ക് പ്രവേശിക്കുന്നതിന് മുൻപേ അവരെ കൊന്നുകളഞ്ഞു. സ്തോത്രം. ഇവരെല്ലാം വെട്ടിക്കൊന്ന വിവരം അതിനകത്ത് നിന്ന് ഒരുത്തന് ഓടി വന്ന് ആമേൻ സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ആമേൻ ദാവീദിന്റെ അടുക്കൽ വന്ന് വിളിച്ചു പറയുന്ന ഒരു വാക്കിലേക്കാണ് ഈ പുസ്തകം വന്ന് നിൽക്കുന്നത്. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ആമേൻ. ഇവരെല്ലാം ആമേൻ ദൈവത്തിന്റെ പ്രവൃത്തി കണ്ട് മുമ്പിലോട്ട് പോയവരാ. പിന്നെ എന്താ ഈ തോൽവി സംഭവിച്ചെന്നറിയാമോ? ദൈവത്തിന്റെ സന്നിധിയിൽ ആമേൻ, പ്രൈസ് ദി ലോർഡ്, 5-ാമത്തെ വാക്യം, കായി പട്ടണക്കാർ അവരിൽ ആമേൻ, പ്രൈസ് ദി ലോർഡ്, ആമേൻ 30ഓളം പേർ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ. ഈ പട്ടണക്കാർക്കൊരു പ്രശ്നമുണ്ട്. ഇവർ ശക്തന്മാരാ. ഇവർക്ക് വലിയ ആൾക്കൂട്ടമൊന്നും വേണ്ട. 30, 300 അല്ലെങ്കിൽ 30,000 ആമേൻ 60,000 എന്നവർക്ക് വേണ്ട. ഇവർ കുറച്ചുപേര് മതി. ഇവരെല്ലാം ശക്തന്മാരാ ഫൈറ്റ് ചെയ്യാൻ. ആമേൻ. ഇതൊക്കെ അറിഞ്ഞു വച്ചുകൊണ്ട് യോശുവ ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കി പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ മുൻപിലോട്ട് പോകുമ്പോൾ തന്നെ ശ്രദ്ധിക്കണമേ. ആമേൻ, പ്രൈസ് ദി ലോർഡ്, ആമേൻ. ഈ വാക്യം നമുക്ക് ഒന്നുകൂടെ വായിക്കാം. പ്രൈസ് ദി ലോർഡ്. ഇതിന്റെ ആമേൻ സ്തോത്രം 9-ാമത്തെ വാക്യവും 10-ാമത്തെ വാക്യവും ആമേൻ 11-ാമത്തെ വാക്യം കൂടെ ഒന്ന് വായിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ അതിന്റെ ആഴം മനസ്സിലാക്കാൻ പറ്റും. വായിക്കാം. ആമേൻ 8-ാമത്തെ വാക്യം, ആമേൻ 9-ാമത്തെ വാക്യം, 10-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. യഹോവേ, ഇസ്രായേൽ ശത്രുക്കൾക്ക് പുറം കാട്ടിയ ശേഷം ഞാൻ എന്ത് പറയേണ്ടു? കനാന്യരും ദേശനിവാസികളൊക്കെയും കേട്ടിട്ട് ഞങ്ങളെ ചുറ്റിവളഞ്ഞ് ഭൂമിയിൽ നിന്ന് ഞങ്ങളുടെ പേർ മായ്ച്ചു കളയുമല്ലോ. എന്നാൽ നീ നിന്റെ മഹത്തായ നാമത്തിനു വേണ്ടി എന്തു ചെയ്യുമെന്ന് യോശുവ പറഞ്ഞു. യഹോവ യോശുവയോട് അരുളി ചെയ്തത്, എഴുന്നേൽക്ക, നീ ഇങ്ങനെ സാഷ്ടാംഗം വീണ് കിടക്കുന്നത് എന്തിന്? എഴുന്നേൽക്ക, നീ വീണ് കിടക്കുന്നത് എന്തിനാ? ജയത്തിന് വേണ്ടിയില്ല. എഴുന്നേൽക്ക്. പ്രൈസ് ദി ലോർഡ്. ഈ വീഴ്ച കുറച്ചുകൂടെ മുമ്പേ ആയിരുന്നെങ്കിൽ ഒരു വലിയ മഹത്വം വെളിപ്പെടുമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. കുറച്ചുകൂടെ ആമേൻ, പ്രൈസ് ദി ലോർഡ്, കുറച്ചുകൂടെ മുൻപിൽ നീ പ്രാർത്ഥിച്ചിരുന്നു എങ്കിൽ ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഈ സാഷ്ടാംഗം വീഴേണ്ട കാര്യമില്ലായിരുന്നു. ഇന്ന് രാത്രി ദൈവ പൈതലേ, എല്ലാം സംഭവിച്ച ശേഷമല്ല അവിടെ ആമേൻ വീണ് കിടക്കേണ്ടത്. കുറച്ചുകൂടെ മുൻപിൽ നീ കുറച്ചുകൂടെ പ്രാർത്ഥനയിൽ വന്നിരുന്നു എങ്കിൽ
ചില മരണങ്ങൾ സംഭവിക്കത്തില്ലായിരുന്നു. ചിലർ ഈ ഭൂപരപ്പിൽ നിന്ന് മാറ്റപ്പെടത്തില്ലായിരുന്നു. ചിലര് ഈ സ്തോത്രം ഈ പട്ടണക്കാരോട് പൊരുതി തോൽക്കത്തില്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ചിലരുടെ പ്രാണൻ നഷ്ടപ്പെടത്തില്ലായിരുന്നു. ഇറങ്ങുന്നതിന് മുൻപേ പ്രാർത്ഥിക്കണം, ദൈവത്തിന്റെ ആലോചന ചോദിക്കണം, ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കണം. ഈ പട്ടണക്കാർ എത്ര ശക്തന്മാരാണെങ്കിലും ഇതിന്റെ ഉള്ളിലേക്ക് പ്രവേശിപ്പാൻ ഒരുത്തനെ ദൈവം തെരഞ്ഞെടുക്കാൻ പോകുകയാ. ഇന്ന് രാത്രി പട്ടണത്തിനകത്ത് നിന്ന് ഒരുത്തനെ ദൈവം തെരഞ്ഞെടുക്കും. നാളുകളായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന, നാളുകളായി കരഞ്ഞുകൊണ്ടിരിക്കുന്ന, നാളുകളായി ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കുന്ന, നാളുകളായി ദൈവസന്നിധിയിലേക്ക് പ്രാർത്ഥിച്ചും ആരാധിച്ചു കൊണ്ടിരിക്കുന്ന, പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കുന്ന കരുത്തുറ്റ ഒരുത്തനെ ദൈവം ആ ദേശത്ത് എണീപ്പിക്കാൻ പോകുകയാ. ആ രാജ്യത്തിൽ, പട്ടണത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തിക്കായി, ഈ പട്ടണത്തിൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുവാൻ പ്രൈസ് ദി ലോർഡ് ഒരു മനുഷ്യനെ ദൈവം എണീപ്പിക്കാൻ പോകുകയാ. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം. ഈ പട്ടണത്തിന്റെ മുൻപിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നത് തൊട്ട് മുൻപ്, എന്റെ മഹത്വം അയക്കുന്ന തൊട്ട് മുൻപ് നീ ഒരു കാര്യം ചെയ്യണം. ഈ പട്ടണത്തിന്റെ മുമ്പിൽ സാഷ്ടാംഗം വീഴാതെ നീ ഒന്ന് എണീറ്റിരുന്ന് പ്രാർത്ഥിക്ക. നീ മുഴങ്കാൽ മടക്ക്. ഇതിനകത്ത് എന്റെ മഹത്വം വെളിപ്പെടാൻ പോകുകയാ. എന്റെ ദാസന്മാരെ എണീപ്പിക്കാൻ പോകുന്നു. ഈ പട്ടണം ഒരിക്കലും തോറ്റുപോകത്തില്ല. ഈ പട്ടണം ഒരിക്കലും കൈവിട്ടു പോകത്തില്ല. ഈ പട്ടണത്തെ ഇന്ന് രാത്രി ഞാൻ വീണ്ടെടുക്കാൻ പോകുകയാ. ഇതിനകത്ത് ശവങ്ങൾ ഇനി വീഴത്തില്ല. ഹല്ലേലൂയ. ദൈവത്തിന്റെ മഹത്വമേറിയ പ്രവൃത്തി ഇതിനകത്ത് ഞാൻ വെളിപ്പെടുത്താൻ പോകുകയാ. സ്തോത്രം. ഹല്ലേലൂയ എന്ന് പറഞ്ഞ് അവിടെ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തുകയാ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യോനാഥാൻ മരിച്ചു. സ്തോത്രം. ശൗൽ മരിക്കുന്നു. അതിനുശേഷം ദാവീദിനെ ദൈവം എണീപ്പിക്കുന്നു. ദീർഘകാലം ദൈവത്തിന്റെ പ്രവൃത്തിയിൽ ദാവീദിനെ ദൈവം ശക്തിപ്പെടുത്തുന്നു, ബലപ്പെടുത്തുന്നു. ദൈവത്തിന്റെ മഹത്വമേറിയ പ്രവൃത്തി ദാവീദിൽ കൂടെ ദൈവം ചെയ്തെടുക്കാൻ പോകുകയാ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്ത് എണീക്ക്. നീ വെറുതെ ഇവിടെ കിടന്ന് കരഞ്ഞിട്ടുന്ന കാര്യമില്ല. ഈ പട്ടണത്തെ ഞാൻ നിന്റെ കയ്യിൽ തരും. പക്ഷേ നീ ഒരു കാര്യം ചെയ്യണം. എൻ്റെ മുമ്പിൽ നീ എത്രത്തോളം ബാക്കിലോട്ട് പോയോ അത്രത്തോളം നീ ഫ്രണ്ടിൽ വരണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. യോശുവയോട് ദൈവം കൊടുത്തൊരു ആലോചന മനസ്സിലായോ? നീ എന്ത് ചെയ്യണം? നല്ല ഉറപ്പും ധൈര്യവുമുള്ളവനായി മാത്രം ഇരിക്കണം. നല്ല ഉറപ്പ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദാനിയേലിന്റെ പുസ്തകം 3-ാമത്തെ അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ, ദാനിയേൽ 3:19 വരുമ്പോൾ, ദാനിയേലിനോടും ദൈവം ഇടപെടാൻ തുടങ്ങി. ഇന്ന് രാത്രി യോശുവയുടെ ധൈര്യമെല്ലാം ചോർന്നു പോയി. യോശുവ ദൈവസന്നിധിയിൽ ഇപ്പൊ വിചാരിച്ചു ഇപ്പൊ എടുത്ത് മറിച്ചു കളയാം. ഹല്ലേലൂയ. മോശയുടെ കൂടെയൊക്കെ നടന്നതല്ലേ, ചെരുപ്പൊക്കെ ചുമന്ന് കാര്യാദികൾ ചെയ്ത് നടന്നതല്ലേ, എനിക്കിപ്പോ എല്ലാം ചെയ്തു കളയാനൊക്കെ വിചാരിച്ചു. പക്ഷെ ഇല്ല, ദൈവത്തിന്റെ സാന്നിധ്യമില്ലാതെ യോശുവയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. വായിക്കാം. ദാനിയേലിന്റെ പുസ്തകം 3-ാമത്തെ അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യത്തിലേക്ക് വരാം. 19-ാമത്തെ വാക്യം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നെബൂഖദ്നേസറിന് കോപം കൊടുത്ത് ശദ്രക്കിന്റെയും മേശക്കിന്റെയും അബേദ്നെഗോവിന്റെയും നേരെ മുഖഭാവം മാറി. ചൂള പതിവായി ചൂടുപിടിപ്പിച്ചതിൽ 7 മടങ്ങ് ചൂടുപിടിപ്പിക്കാൻ അവൻ കൽപ്പിച്ചു. ആമേൻ. സ്തോത്രം. ചില സ്വഭാവങ്ങൾ മാറാൻ പോകുകയാ. പക്ഷേ ചൂള എത്രത്തോളം ചൂട് പിടിപ്പിച്ചാലും അതിനകത്തൊരു കാര്യം വെളിപ്പെടുകയാ. സ്തോത്രം. ഹല്ലേലൂയ. ശദ്രക്കിനെയും മേശക്കിനെയും അബേദ്നെഗോവിനെയും പ്രാർത്ഥിക്കുന്നവരെ തീച്ചൂളയിൽ ഇടാൻ വേണ്ടി എന്തുമാത്രം പ്രശ്നങ്ങൾ അവർ ഉണ്ടാക്കിയെന്നറിയാമോ? ഇവർ ചെയ്ത തെറ്റെന്താന്ന് ചോദിച്ചാൽ പ്രാർത്ഥനയാ. നമ്മളിൽ പലരില്ലാത്ത ഒന്നാണ് പ്രാർത്ഥന. സ്തോത്രം. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ പ്രാർത്ഥിക്കാൻ സമയമില്ല. ആമേൻ. ഒരു 10 മിനിറ്റ് ദൈവസന്നിധിയിൽ ഒരു വചനം വായിക്കുവാനോ പ്രാർത്ഥിക്കുവാനോ കരയാനോ സമയമില്ല. ആമേൻ. പ്രാർത്ഥിക്കാൻ സമയമില്ല, കരയാൻ സമയമില്ല. പക്ഷെ ഇവരങ്ങനെയല്ല. ഇവർ ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോവും പ്രാർത്ഥനയിൽ ഒറ്റിരിക്കുന്നവരായിരുന്നു. ഇവർ ചെയ്ത തെറ്റ്, ഇവർ 3 പേര് മാത്രമല്ല, ദാനിയേലും കൂടെ ചേർന്ന് പ്രാർത്ഥനയ്ക്ക് വേണ്ടി മുട്ടുമടക്കി. ദൈവമൈതലേ, പ്രാർത്ഥനയ്ക്ക് മുട്ടുമടക്കി ദൈവത്തിന്റെ കൃപയിൽ നിന്ന വ്യക്തിയെ ഇനി എത്ര തീച്ചൂള വന്നാലും അതിനകത്ത് ഇറങ്ങി വരുന്നൊരു ദൈവമുണ്ട്. ഹലോ, മറന്നു പോകരുത് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. എന്ത് പ്രശ്നം വന്നാലും ആ തീച്ചൂളയ്ക്കകത്ത് നിന്റെ കൂടെ ഒരുത്തനായി ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്.
രാജാവ് നെബൂഖദ്നേസർ രാജാവ് നോക്കി നിൽക്കെ തീക്ക് 7 മടങ്ങ് ചൂട് കൂട്ടി പ്രാർത്ഥിക്കുന്നവന്റെ നേരെ തീച്ചൂളയ്ക്ക് അവൻ ചൂട് കൂട്ടാൻ പോകുകയാ. സ്തോത്രം. പിടിച്ചു കെട്ടിക്കൊണ്ട് വന്നവർ ചിന്താക്കാരൊന്നും അല്ല. 80, 85, 100 കിലോ ഒന്നും അല്ല കേട്ടോ വെയിറ്റ്. 150 മുകളിലുള്ള 300, 350 കിലോ വെയിറ്റ് ഉള്ള അനാക്യന്മാരാണ് ഈ 3 ബാലന്മാരെയും പിടിച്ചു കെട്ടിക്കൊണ്ട് വരുന്നത്. അവരെ കെട്ടിയ കയറിന്റെ കണക്ക് നോക്കിയാൽ സ്തോത്രം, അതുപോലത്തെ കയറ് ഈ ഭൂമിയിൽ ഇനി ഇറങ്ങിയിട്ടില്ല, ഇനി ഇറങ്ങത്തുമില്ല. അത്ര ശക്തമായ ഒരു തീക്കോ ഒരു പ്രകൃതിക്ഷോഭത്തിനോ തകർത്ത് കളയാൻ കഴിയാത്ത തലത്തിലുള്ള പ്രത്യേക റോപ്പിട്ട അവരെ കെട്ടിയത്. ഇന്ന് രാത്രി ശത്രു പ്രത്യേക റോപ്പിട്ട പ്രാർത്ഥിക്കുന്നവരെ കെട്ടിയത്. എന്നാൽ ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന ദൈവകുഞ്ഞെ എത്ര പുതിയ കയറിട്ട് കെട്ടിയാലും ആ കയറ് സ്വർഗത്തിലെ തീക്ക് മുൻപിൽ എരിഞ്ഞടങ്ങാൻ പോകുകയാ. ഇന്ന് രാത്രി നിന്റെ തലമുറയെ കെട്ടിയ, നിന്റെ കുടുംബത്തിന്റെ വരുമാനത്തെ കെട്ടിയ, നിന്റെ കുടുംബത്തിന്റെ സ്വസ്ഥതയെ തകർത്ത് കളയാൻ ശത്രു കെട്ടിയ എതിരിന്റെ കെട്ടുകൾ, ആമേൻ ആമേൻ സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ആമേൻ, നന്മകൾക്ക് വിരോധമായി കെട്ടിയത് ഇന്ന് രാത്രി ദൈവാത്മ പറയുന്നു അതിനെ പൊട്ടിച്ചു കളയാൻ ദൈവത്തിന് പദ്ധതി ഉണ്ടെന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് ഇന്ന് രാത്രി സ്തോത്രം പറയാൻ പറ്റും? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇവരെ 3 പേരെയും കെട്ടിക്കൊണ്ടുവന്നവര് ചാരമായി പോയി. ചാരം. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിക്കുക കേട്ടോ. ഈ 3 ബാലന്മാരുടെ കൂടെ തീച്ചുളയ്ക്കകത്തേക്ക് കൈയും കാലും എല്ലാം കെട്ടി, ആമേൻ പ്രൈസ് ദി ലോർഡ്, വായും കെട്ടി, ആമേൻ, ഉദരങ്ങൾ തമ്മിൽ 3 പേരെയും കൂടെ ചേർത്ത് വെച്ച് കെട്ടി, ആമേൻ സ്തോത്ര, കഴുത്തുകൾ തമ്മിലും കെട്ടി, ആമേൻ തീച്ചുളയ്ക്കകത്തേക്ക് എടുത്തെറിയുമ്പോൾ ആമേൻ രാജാവ് നോയിക്കൊണ്ടിരിക്കുകയാ കേട്ടോ. ഇവർ 3 പേര് മാത്രമല്ല, 4 പേര് അതിനകത്ത് നൃത്തം ചവിട്ടുകയാ. പ്രാർത്ഥിക്കുന്ന ദൈവകുഞ്ഞെ, നീ മാത്രമല്ല, നീ പ്രാർത്ഥിക്കുന്ന അഭിഷക്തനാണോ, നീ പ്രാർത്ഥിക്കുന്ന അഭിഷക്തയാണോ, നിന്റെ കൂടെ തീച്ചുളയിൽ മാത്രമല്ല, ആമേൻ നദിയിൽ മാത്രമല്ല, ആമേൻ വെള്ളത്തിൽ മാത്രമല്ല, ഏത് തലത്തിലും നിന്റെ കൂടെ ഇറങ്ങി നിൽക്കാൻ ഒരുത്തൻ ഇന്ന് രാത്രി റെഡിയായി നിൽക്കുക. പലപ്പോഴും നീ ബാക്കിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിന്റെ പിന്മാറ്റത്തെ ഇന്ന് രാത്രി ഒതുക്കി കെട്ടി ദൈവത്തിന്റെ മുൻപിൽ സാഷ്ടാംഗം വീഴാനും, ആമേൻ നമസ്കരിക്കാനും കരയാനും ഉപവസിക്കാനും നീ തയ്യാറായാൽ, ഇല്ലെങ്കിൽ പട്ടി ചന്തയ്ക്ക് പോയതുപോലെ തന്നെ. സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ. ഒരമ്മ സഞ്ചി എടുത്തിറങ്ങിയപ്പോൾ പട്ടിക്ക് ഭയങ്കര സ്നേഹം. പട്ടി അമ്മയോട് പറഞ്ഞു, ഇന്നലെ നിങ്ങൾ പോയതല്ലേ ചന്തയിൽ, ഇന്ന് ഞാൻ പോയി നല്ല മുഴുത്ത മീൻ വാങ്ങിച്ചോണ്ട് വരാം. അമ്മ പറഞ്ഞു, നീ പോണ്ട. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഞാൻ പോകാം. ഇല്ല, ഇന്നലെ വരെ അമ്മ പോയല്ലേ, എനിക്കിപ്പോൾ നല്ല കഴിവുണ്ട്, എനിക്കിപ്പോൾ നല്ല ബോധ്യമുണ്ട് മാർക്കറ്റ് എവിടെയാണെന്നും അമ്മ വായിക്കുന്ന ആളിനെയൊക്കെ എനിക്കറിയാം. പ്രൈസ് ദി ലോർഡ്, ആ സ്ഥലമൊക്കെ എനിക്കറിയാം, ഇരിക്കുന്ന പെട്ടിയും ആളിനും ഉടുപ്പും നിറവും വണ്ടിയെല്ലാം എനിക്കറിയാം. ഈ പട്ടി സഞ്ചിയും പൈസയുമായി പോയി. അവിടെ ചെന്നപ്പോൾ പട്ടിയോട് ചോദിച്ചു, എന്താ വേണ്ടത്? അത് കുരച്ചു. ഹല്ലേലൂയ. പിന്നെയും ചോദിച്ചു, എന്താ വേണ്ടത്? പിന്നെയും കുരച്ചു. നോക്കിയപ്പോ കവറും പൈസയും കടിച്ചു പിടിച്ചിരിക്കുക. അതിനെ താഴെയിട്ട് ചവിട്ടി പിടിച്ചിട്ട് കുരച്ചു. ചുറ്റുപാട് വരുന്നവരെല്ലാം കൂടെ അടിച്ചതിനെ ഓട്ടിച്ചു. അതും പൈസ പോലും എടുക്കാതെ തിരിച്ചു വന്നു. മനസ്സിലാവുന്നുണ്ടോ? എന്താ പറ്റിയെന്നറിയാമോ? ആമേൻ സ്തോത്രം, പലതും കടിച്ച് പിടിച്ചു വച്ചോണ്ടിരിക്കുക. ആമേൻ, അത് നന്മ വരെ ചോർത്തിക്കളഞ്ഞ് ശത്രുവിന്റെ അടിയും കിട്ടി. പഴയ ആൾക്കാർ പറയുന്നില്ലേ, പട്ടി ചന്തയ്ക്ക് പോയതുപോലെ. പലരും പള്ളിയിൽ പോയി തിരിച്ചു പോകുന്നത് അങ്ങനെയാ. സ്തോത്രം, മാറ്റമില്ല. 26 മാറ്റമില്ല. ഇതിങ്ങനെ പോകത്തുള്ളൂ പാസ്റ്ററെ, കുറെ കേട്ടതാ ഞാൻ. ഇനി ഇതെന്താ, ഇതിനപ്പുറം എന്താ, ഇനി ഇത്രയൊക്കെ എനിക്ക് പറ്റൂ എന്ന് പറഞ്ഞ് ബമ്പ് പറയുന്നവരോട് ഇന്ന് രാത്രി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു രാത്രി ഒരു കാര്യം പറയാം, പട്ടി ചന്തയ്ക്ക് പോയതുപോലെ ആയിരിക്കരുത്. ഒരു മീറ്റിങ്ങിന് കയറുമ്പോൾ പ്രാർത്ഥിച്ച ദൈവമേ, എന്നോടുള്ള ആലോചന നീ എന്നോട് അറിയിക്കണമെന്ന് പറഞ്ഞിരുന്നാൽ ഇതിനകത്തൊന്ന് എണീക്കുമ്പോൾ നിനക്ക് മാത്രമല്ല കേട്ടോ, ആ ദേശത്തെ ദൈവം സൗഖ്യമാക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ.
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവ പൈതലേ, ഹല്ലേലൂയ, ദൈവം നമ്മുടെ നടുവിൽ എന്തെങ്കിലും ഒന്ന് ചെയ്താൽ നന്ദിയുള്ളവരായിരിക്കണം. അതാ ഇവിടെ സംഭവിച്ചത്. പ്രാർത്ഥിക്കുന്നവന്റെ ജീവിതത്തിനകത്ത് ദൈവപ്രവൃത്തി വെളിപ്പെട്ടത് മനസ്സിലായോ? നെബൂഖദ്നേസർ കസേരയിൽ നോക്കിയപ്പോ അകത്ത് 4 ഡാൻസ് കളിക്കുക. അവന്റെയൊക്കെ ശരീരത്തിലെ കെട്ടുകൾ അഴിച്ചു. പ്രത്യേക റോപ്പ് തയ്യാറാക്കി. നിങ്ങൾക്കറിയോ, കൊലക്കുറ്റത്തിന് വിധിച്ച ശിക്ഷ വിധിക്കുന്ന സമയത്ത് പ്രത്യേക കയറ, അല്ലാതെ ഇവിടെ കിട്ടുന്ന പശുവിനെ കിട്ടുന്ന കയറല്ല, പ്രത്യേക കയറാ കിട്ടുന്നേ. കൊല്ലാൻ കിട്ടുന്ന കയറ് പ്രത്യേകമാ. സ്തോത്രം. ആ റോപ്പ് ഇവരുടെ ശരീരത്തിൽ നിന്ന് അഴിഞ്ഞു. ഇന്ന് രാത്രി ചിലത് അഴിഞ്ഞു മാറുകയാ. പ്രൈസ് ദി ലോർഡ്. നിന്റെ മുൻപിലോട്ട് വിടാതെ നിന്റെ ജീവിതത്തെ കാർന്ന് തിന്നുന്ന ചില പൈശാചിക ശക്തികൾ നിന്നെ പൂട്ടി വച്ചിരിക്കുകയാ. ഒരു തലത്തിൽ നിന്നെ പുറത്തേക്ക് വിടത്തില്ല എന്ന് പറഞ്ഞ്, നിനക്ക് ഒരു നന്മ വരത്തില്ല എന്ന് പറഞ്ഞ്, എപ്പോഴും നിന്നെ ക്ഷീണിപ്പിച്ച് പ്രാർത്ഥനാ ബന്ധങ്ങളെ വരെ വിച്ഛേദിച്ച തലത്തിൽ ശത്രു കെട്ടി ഒതുക്കുമ്പോൾ ഇന്ന് രാത്രി ആത്മാവ് പറയുന്നു, അതിനെ അടിച്ചു മാറ്റാൻ ദൈവം യോഗ്യനാണ്. സ്തോത്രം. ഹല്ലേലൂയ. രക്തം ജയമെടുക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. രക്തത്താൽ ജയമെടുക്കുന്നു. ഒരു അധ്യായത്തിലേക്ക് നമുക്ക് മടങ്ങി വരാമോ? ആമേൻ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. 2 ശമൂവേൽ പ്രവാചകന്റെ പുസ്തകം 3-ാമത്തെ അധ്യായം അതിന്റെ 31-ാമത്തെ വാക്യത്തിലേക്ക് വരപ്പെടുമ്പോൾ അവിടെ ഒരു നമുക്ക് വായിക്കാം. 2 ശമൂവേൽ പ്രവാചകന്റെ പുസ്തകം, പ്രൈസ് ദി ലോർഡ്, അതിന്റെ 3-ാമത്തെ അധ്യായത്തിന്റെ 31-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. 31-ാമത്തെ വാക്യം ഒന്നുകൂടെ ഒന്ന് വായിച്ചേ. ദാവീദ് യോവാബിനോടും അവനോട് കൂടെയുള്ള സകല ജനത്തോടും, നിങ്ങളുടെ വസ്ത്രം കീറി ചാക്കുശീലയുടുത്ത് അബ്നേരിന്റെ മുമ്പിൽ നടന്ന് വിലപിപ്പിൻ എന്ന് പറഞ്ഞു. ദാവീദ് രാജാവ് ശവമഞ്ചത്തിന്റെ പിന്നാലെ നടന്നു. പ്രൈസ് ദി ലോർഡ്. ദാവീദ് രാജാവ് വസ്ത്രം കീറി. ആമേൻ. അവൻ ഈ ഫ്രണ്ടിൽ നിൽക്കുന്ന ആൾക്കാരുടെ എല്ലാവരും പറഞ്ഞു, എന്താണ്? നിങ്ങൾ നടക്കാൻ പറഞ്ഞു. കാര്യം എന്താ? 1-ാം വാക്യം നമുക്കറിയാം. സ്തോത്രം. ശൗലിന്റെ സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഗൗരവവും ദാവീദിന്റെ സ്തോത്ര ഗ്രഹവും തമ്മിൽ ദീർഘകാലം യുദ്ധം നടന്നു. എന്നാൽ സ്തോത്രം, ദാവീദിന്റെ ബലം കൂടിക്കൂടിയും ശൗലി ക്ഷയിച്ചും. ആമേൻ. പ്രാർത്ഥിക്കുന്നവൻ അങ്ങനെയാ, പാടുന്നവൻ അങ്ങനെയാ. ദൈവത്തെ ആരാധിക്കുന്നവൻ ക്ഷയിച്ചു വരത്തില്ല. ഓരോ മിനിറ്റ് കഴിയും തോറും അവന്റെ ബലം കൂടിക്കൂടി വരും. പ്രൈസ് ദി ലോർഡ്. അവൻ ഒരിക്കലും സ്തോത്രം തനിച്ചു പാർക്കേണ്ടി വന്നാലും, അവൻ ഒരിക്കലും ദേശത്തിന്റെ മധ്യേ അവൻ ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വന്നാലും അവനെ നിർത്തുന്നത് മനുഷ്യനല്ല, പിന്നെയോ നിർത്തുന്നത് ദൈവമാണ്. ഇന്ന് രാത്രിയിൽ എത്രത്തോളം നമ്മൾ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുമോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദാവീദ് ഹെബ്രോനിൽ വെച്ച് പുത്രന്മാരെ ജനിച്ചു. പ്രൈസ് ദി ലോർഡ്. എന്നാ നോക്കൂ, അതിനുശേഷം ഇങ്ങനെ മുമ്പിലോട്ട് വരപ്പെടുമ്പോൾ തന്നെ ആമേൻ ദൈവത്തിന്റെ മഹത്വത്തോടെ വെളിപ്പെടുമ്പോൾ 6-ാം വാക്യത്തിൽ ദാവീദിന്റെ ഗ്രഹവും ശൗലിന്റെ ഗ്രഹവും തമ്മിൽ യുദ്ധമുണ്ടായി. പ്രൈസ് ദി ലോർഡ്. ആ കാലത്ത് പ്രൈസ് ദി ലോർഡ്, ശൗലിന്റെ ഗ്രഹത്തിൽ തന്നെത്താൻ ബലപ്പെട്ടിരിക്കുന്നു. സ്തോത്രം. അപ്പോ ഈ ഗ്രഹങ്ങൾ തമ്മിൽ ദീർഘകാലം യുദ്ധങ്ങളും പ്രശ്നങ്ങളും. എന്താ യുദ്ധം? വേറെ ഒന്നുമല്ല കേട്ടോ. ദാവീദിന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വന്നു. അത് വേറെ ആരും കൊടുത്തതല്ല, പിടിച്ചു വാങ്ങിയതൊന്നുമല്ല, ദൈവം കൊടുത്ത ആത്മാവാ. പരിശുദ്ധാത്മാവ് കാട്ടിക്കിടന്ന് അവനെ നാട്ടിക്കൊണ്ടുവന്ന് വീട്ടുകാരുടെ നടുവിലും സ്തോത്രം ബന്ധുക്കളുടെ നടുവിലും അപ്പന്റെയും അമ്മയുടെയും ഏട്ടന്മാരുടെയും നടുവിലും നല്ല ശക്തന്മാരായ, നല്ല ജോലിയിൽ പവറിലിരിക്കുന്ന, നല്ല മസിലുള്ള, നല്ല സിക്സ് ബാക്ക് ഉള്ള, നല്ല ആരോഗ്യമുള്ള, നല്ല ഉയരമുള്ള, എല്ലാത്തിനും റെഡിയായി നിൽക്കുന്ന, ഏത് ബാച്ചിലേക്ക് ബോക്കയായി നിൽക്കുന്ന 7 പേരുടെ നടുവിൽ വെച്ച് 8ാമതൊരുത്തനായി അഭിഷേകം ചെയ്ത് പുറത്തു കൊണ്ടുവന്ന ദാവീദിന്റെ മേൽ ദൈവം കൊടുത്തിരിക്കുന്ന ശക്തി ചെറുതല്ല. അത് പട്ടണങ്ങൾ ഇളക്കി മറിക്കുന്ന, രാജാക്കന്മാരുടെ അരക്കച്ചകളെ അഴിക്കുന്ന വലിയ ദൈവപ്രവൃത്തി ദാവീദിന്റെ മേൽ ദൈവം അയച്ചെങ്കിൽ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന അഭിഷക്തന്മാരെ, ദൈവം നിസ്സാരമായി നിന്നെ വിളിച്ചതല്ല. ദൈവം ചിലത് ഫലമേൽപ്പിക്കുമ്പോൾ ഇന്ന് രാത്രി ദൈവത്തിന് വേണ്ടി കൊടുക്കാൻ നമ്മൾ തയ്യാറായിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പട്ടണങ്ങൾ മാത്രമല്ല, രാജസന്നിധി മാത്രമല്ല ദാവീദിന് കൊടുത്തത്. ആമേൻ. ആമേൻ. ശത്രു രാജ്യത്തുനിന്ന് ദാവീദിന്റെ കൂടെ വന്ന ജനം ആയിരക്കണക്കിനാ. സ്തോത്രം. ഹല്ലേലൂയ. യുദ്ധമുണ്ടാകട്ടെ. അഭിഷക്തന്റെ നേരെ യുദ്ധങ്ങൾ വരും,
പ്രഖ്യാപിക്കും, പോർ വിളിക്കും, പ്രശ്നമുണ്ടാക്കും. ആമേൻ. ഹല്ലേലൂയ. കയ്യാങ്കളിക്ക് വരും. അതൊക്കെ ഇതിനകത്തുള്ളതാ. പക്ഷെ അതിൻ്റെ പിന്നാലെ നീ പോകേണ്ട കാര്യമില്ല കേട്ടോ. പക്ഷെ ഇന്ന് രാത്രിയിൽ ആമേൻ സ്തോത്രം, ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെട്ട് മുമ്പിലോട്ട് വരുമ്പോൾ തന്നെ ഈ പ്രൈസ് ദി ലോർഡ് ആമേൻ 31-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ തന്നെ അവിടെ കാണുന്നത് ആമേൻ ഒരു ശവത്തെയും കൊണ്ടുവരിങ്ങനെ യാത്ര ചെയ്യുക. സ്തോത്രം. ഹല്ലേലൂയ. ഈ ശവത്തെ കൊണ്ടുവർ യാത്ര ചെയ്യുമ്പോൾ പ്രൈസ് ദി ലോർഡ് നമുക്ക് വായിക്കാം അതിൻ്റെ 27, 28 വാക്യം ഒന്ന് വായിച്ചേ. 27, 28, 29 ഒന്ന് വായിച്ചേ. സ്തോത്രം. അബ്നേർ ഹെബ്രോനിലേക്ക് മടങ്ങി വന്നപ്പോൾ യോവാബ് സ്വകാര്യം പറവാൻ അവനെ പടിവാതിൽക്കൽ ഒരു ഭാഗത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി തന്റെ സഹോദരനായ അസാഹേലിന്റെ രക്തപ്രതികാരത്തിനായി അവിടെ വെച്ച് അവനെ വയറ്റത്ത് കുത്തി കൊന്നുകളഞ്ഞു. ദാവീദ് അത് കേട്ടപ്പോൾ നേരിന്റെ മകനായ അബ്നേരിന്റെ രക്തം സംബന്ധിച്ച് എനിക്കും എന്റെ രാജ്യത്വത്തിനും യഹോവയുടെ മുമ്പാകെ ഒരിക്കലും കുറ്റമില്ല. അത് യോവാബിന്റെ തലമേലും അവന്റെ പിതൃഭവനത്തിലൊക്കെയും ഇരിക്കട്ടെ. യോവാബിന്റെ ഗൃഹത്തിൽ സ്രവക്കാരനോ കുഷ്ഠരോഗിയോ വടികുത്തി നടക്കുന്നവനോ വാളിനാൽ വീഴുന്നവനോ ആകാരത്തിന് മുട്ടുള്ളവനോ വിട്ടൊഴിയാതെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. 30-ാമത്തെ വാക്യം കൂടെ. അബ്നേർ ഗിബെയോനിലെ യുദ്ധത്തിൽ തങ്ങളുടെ അനുജനായ അസാഹേലിനെ കൊന്നത് നിമിത്തം യോവാബും അവന്റെ സഹോദരനായ അബീശായിയും ഇങ്ങനെ അവനെ കൊന്നുകളഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഈ കൊന്നുകളഞ്ഞ സമയം ദാവീദിന്റെ ഈ ശ്രദ്ധ തൻ്റെ ജീവിതത്തിലേക്ക് ഈ ശബ്ദം നല്ല ശക്തമായി കേട്ടപ്പോൾ ദാവീദ് ആമേൻ പ്രൈസ് ദി ലോർഡ് യോവാബിനോടും അവനോട് കൂടെയുള്ള സകല ജനത്തോടും ആമേൻ നിങ്ങളുടെ വസ്ത്രം കീറി ആമേൻ ചാക്കിശീല ഉടുത്ത് ആമേൻ സ്തോത്രം. നോക്കിക്കേ, ഈ ചാക്കിശീലയാണ് ഈ മോർത്തേക്കായി ആമേൻ സൂസൻ രാജധാനി എന്ന പട്ടണത്തിനകത്ത് അഹശ്വേരോശ് രാജാവിന്റെ പട്ടണവാതിൽക്കൽ അല്ലെങ്കിൽ ആമേൻ രാജകുടുംബത്തിന്റെ രാജവസ്ത്രം ധരിക്കേണ്ടവൻ. പ്രൈസ് ദി ലോർഡ്. അവൻ ചാക്കിശീല ഉടുത്തുകൊണ്ട് ആമേൻ വസ്ത്രമെല്ലാം കീറി മാറ്റി ചാക്കിശീല ഉടുത്തുകൊണ്ട് താഴ്മ ധരിച്ചവനായി അവൻ പ്രാർത്ഥനയോടെ അവിടെ ഇരിക്കുകയാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ദാവീദ് രാജാവ് പ്രൈസ് ദി ലോർഡ് ഇതെല്ലാം കണ്ട ശേഷം ഹെബ്രോനിൽ അടക്കം ചെയ്തപ്പോൾ രാജാവ് ആമേൻ സ്തോത്രം ശവക്കുഴിയിൽ ഉറക്കെ കരഞ്ഞു. സ്തോത്രം. ആമേൻ. സകല ജനവും കരഞ്ഞു. നോക്കിക്കേ. ആമേൻ സ്തോത്രം. മരണ വീട്ടിൽ പോകുമ്പോൾ കരയുന്നത് സാധാരണമാണ്. ഇപ്പോൾ പൈസ കൊടുത്ത് കരയാൻ നിർത്തിയിട്ടുണ്ട് ചിലരെ. സ്തോത്രം. ആമേൻ. ഈ പാർട്ടിക്കാർ ജാഥയ്ക്ക് നിർത്തുന്നത് പോലെ. ആമേൻ. ആമേൻ. ആദ്യത്തെ പാർട്ടി കമ്മ്യൂണിസ്റ്റ് ആയിരിക്കാം. കമ്മ്യൂണിസ്റ്റിന് പറയാൻ ഇത്ര രൂപയുണ്ട്. അതേ പാർട്ടിക്കാരെ കോൺഗ്രസിനും ജയ് വിളിക്കും. അതേ പാർട്ടിക്കാരെ മറ്റു പാർട്ടിക്കും ജയ് വിളിക്കും. എല്ലാവരും ഒരേ ആൾക്കാർ തന്നെ. വേഷം പോലും മാറ്റമില്ല. കൊടികൾ മാത്രമേ മാറ്റം വരൂ. പക്ഷെ ഇതല്ല. പ്രൈസ് ദി ലോർഡ്. ഇതല്ല വിഷയം. ആമേൻ. ഇത് ദൈവത്തിൻ്റെ ദാസനായിരിക്കുന്ന ദാവീദിനോട് ദൈവം കൊടുത്തിരിക്കുന്ന ഒരു വലിയൊരു ദൗത്യമാണ് ഇന്ന് രാത്രി ഇവിടെ വായിച്ചു കേട്ട ദൈവ പൈതലേ. ആമേൻ സ്തോത്രം. ഇവര് ആമേൻ സ്തോത്രം പ്രൈസ് ദി ലോർഡ് ആമേൻ പാടുകയും ആമേൻ സ്തോത്രം ആമേൻ ദൈവത്തെ ആരാധിക്കുകയും ചെയ്ത് വന്ന സമയത്ത് ദൈവം ദാവീദിന്റെ മുൻപിൽ ചിലരെ ആമേൻ തോൽക്കുമാറാക്കി. ഇന്ന് രാത്രി ആമേൻ ചിലര് ദാവീദിന് നേരെ നിന്നവരാ. സ്തോത്രം. ആമേൻ ദാവീദിന് അഭിഷത്തിന് നേരെ എവിടെയെല്ലാം കുതികാൽ ഉയർത്തിയിട്ടുണ്ടോ അവരെ എല്ലാം കുഴിച്ചിടുവാൻ ദാവീദ് സാക്ഷ്യം വഹിച്ചു. ഇന്ന് രാത്രി ദൈവ പൈതലേ ആമേൻ ഇന്നലകളിൽ നിന്റെ അഭിഷേകത്തിന് നേരെ ചോദ്യം ചെയ്തവർ, ഇന്നലകളിൽ നിന്റെ ശുശ്രൂഷയ്ക്ക് നേരെ ചോദ്യം ചെയ്തവർ, ഇന്നലകളിൽ ദൈവം തന്നിരിക്കുന്ന അധികാരത്തിന് നേരെ ചോദ്യം ചെയ്തവർ, നിന്നെ കളിയാക്കിയവർ, ഇവരെല്ലാം നോക്കി നിൽക്കേ. ദൈവം നിന്നെ ഉയർത്തും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം ഉയർത്തുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണമേ. ദാവീദ് വസ്ത്രം കീറി. സ്തോത്രം. കൂടെ ഉള്ള എല്ലാവരും വസ്ത്രം കീറിയിട്ട് എന്ത് ചെയ്തു? അവർ ചാക്കിശീല ഉടുത്തു. ഇന്ന് രാത്രി ആമേൻ സ്തോത്രം മോർത്തേക്കായി ഇതെല്ലാം സംഭവിച്ചതെല്ലാം അറിഞ്ഞപ്പോൾ ഹല്ലേലൂയ വസ്ത്രം കീറി രട്ടുടുത്തു വെണ്ണുനീർ വാരിയിട്ടുകൊണ്ട് ആമേ പട്ടണത്തിന്റെ നടുവിൽ ചെന്ന് കൈപ്പോടെ
ഉച്ചത്തിൽ വിളിച്ചു. ഹല്ലേലൂയ. കൈപ്പോടെ ആമേ അത്ര വേദനയോടെ അവൻ വിളിക്കുക. ഒരു കുറ്റവും ചെയ്യാത്തവന്റെ നേരെ വന്നിരിക്കുന്നത് തൂക്കിക്കൊല്ലാനുള്ള വിധികളാ. വന്നിരിക്കുന്ന കുറ്റം ചെറുതല്ല, ഏറ്റവും വലിയ കുറ്റമാണ്. ആമേൻ. അതുകൊണ്ട് അവൻ പട്ടണത്തിന് നടുവിൽ ചെന്നുകൊണ്ട് അവൻ ദൈവത്തെ നിലവിളിച്ച് കരയുവാനും പ്രാർത്ഥിക്കാനും തുടങ്ങി. ഇന്ന് രാത്രി കഴിഞ്ഞ 4 ദിവസവും കരഞ്ഞ പ്രാർത്ഥനയ്ക്ക് മറുപടി 5-ാമത്തെ രാത്രി നിന്റെ കുടുംബത്തിന്റെ പടിവാതുക്കൽ ദൈവത്തിന്റെ പ്രവൃത്തി പ്രസൻസ് വെളിപ്പെടുമെന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ കഴിയും? ഈ 5-ാമത്തെ രാത്രി 6-ാമത്തിൽ പ്രവേശിക്കുന്നതിന് മുൻപേ ദൈവം നിന്നെ ഏൽപ്പിച്ച ദൗത്യം ഒന്നുപോലും ശേഷിക്കാതെ അതെല്ലാത്തിന്റെയും കൃപയും അതിൻ്റെതായ നിലയിലുള്ള ക്രമീകരണങ്ങളും കൃപമേൽ കൃപ എന്ന് പറഞ്ഞ ഭക്തന്മാർ കരയുന്നത് പോലെ കരയാനും ഉടയാനും എന്റെ കണ്ണീരാരും കാണാൻ പാടില്ല. ഞാൻ ഉറക്കെ വിളിക്കുന്നത് ആരും കേൾക്കാൻ പാടില്ല. ഒരിക്കലും ശത്രു കേൾക്കരുത്. എന്റെ കണ്ണീരോ എന്റെ ആത്മനവനമോ എന്റെ പ്രാർത്ഥനയോ അവൻ അറിയരുത് എന്ന് ചിന്തിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവകുഞ്ഞെ, നിന്റെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് രാത്രി ഉൽപ്പത്തി പുസ്തകം 37-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ഉൽപ്പത്തി 37:29 മുതൽ 34 വരെ വായിക്കപ്പെടുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി ആ പുസ്തകത്തിനകത്ത് വെളിപ്പെടുമ്പോൾ ദൈവകുഞ്ഞെ ആത്മാവിൽ സ്തോത്രം ചെയ്ത് ദൈവത്തിന്റെ പ്രവൃത്തിക്കായി, ദൈവത്തിന്റെ രാജ്യത്തിനായി, ദൈവത്തിന്റെ കെട്ടുപണിക്കായി ദൈവം നമ്മെ വിളിച്ചു വേർതിരിച്ചിരിക്കുമ്പോൾ 29-ാമത്തെ വാക്യം മുതൽ നമ്മൾ വായിക്കപ്പെടുമ്പോൾ ഹല്ലേലൂയ 29-ാമത്തെ വാക്യം സ്തോത്രം 30-ാമത്തെ വാക്യം 31, 32, 33, 34 കാരണം സ്തോത്രം ഹല്ലേലൂയ യോസേപ്പിനെ ഇട്ട കുഴിക്കകത്ത് യോസേപ്പില്ല എന്ന് ഉറപ്പ് വരുത്തി രൂബേൻ തിരിയുമ്പോൾ ദൈവത്തിന്റെ പ്രസൻസിൽ രൂബേന്റെ കൂടെ വെളിപ്പെടുകയാ. പിന്നെ 49-ാമത്തെ അധ്യായത്തിൽ രൂബേനെ അനുഗ്രഹിക്കുമ്പോൾ തന്റെ അപ്പൻ രൂബേനെ അനുഗ്രഹിപ്പാൻ യോസേപ്പിനെ അനുഗ്രഹിച്ച് ഗോത്രപിതാക്കന്മാരെ അനുഗ്രഹിച്ച് മുമ്പിലോട്ട് പോകുമ്പോൾ യാക്കോബ് സ്തോത്രം ഓരോ തലമുറകളെയും പുറത്തു കൊണ്ടുവന്ന് അവരെ രൂബേൻ ഗോത്രത്തെ അനുഗ്രഹിപ്പാൻ അവൻ മുൻപിലേക്ക് വിളിക്കുമ്പോൾ ഇന്ന് രാത്രി മറന്നു പോകരുത്. ഇതിന്റെ പിന്നിൽ കഥയുണ്ട്. ഈ കവന്നു കിടന്ന് കരയുന്നവനും മുത്തം കൊടുക്കുന്നവനും കെട്ടിപ്പിടിക്കുന്നവനും അന്ത്യ ശുശ്രൂഷയ്ക്കായി മക്കളെയെല്ലാം അനുഗ്രഹിപ്പാൻ 49-ാമത്തെ അധ്യായത്തിൽ കൊണ്ടുവരുമ്പോൾ ഇന്ന് രാത്രി മറന്നു പോകരുത്. ഇതിനകത്തൊരു ദൈവപ്രവൃത്തി വെളിപ്പെടുകയാണ്. പരിശുദ്ധാത്മാവിന് നിയോഗം പ്രാപിച്ച ദൈവകുഞ്ഞെ, എന്നും കരയാൻ ദൈവം ഇടയാക്കത്തില്ല. ഒരു നാൾ നിന്നെ പുറത്താക്കിയവർ, നിന്നെ തള്ളപ്പെട്ടവർ ലാസ്റ്റ് ഘട്ടത്തിൽ അപ്പന്റെ കുഴിമാടത്തിലേക്ക് എടുക്കപ്പെടും മുൻപേ അപ്പൻ പറയുക, എനിക്ക് യോസേപ്പിനെ കാണണം, അവൻ എന്റെ ശുശ്രൂഷകൾക്ക് അധികാരം നടത്തണം എന്ന് പറഞ്ഞ് തള്ളപ്പെട്ടവനും മരിച്ചുപോയവനും കള്ളം പറഞ്ഞ് അവനെ പുറത്താക്കപ്പെട്ടവരും നോക്കി നിൽക്കേ. ഹല്ലേലൂയ 12 പേര് നോക്കി നിൽക്കേ. ഒരുത്തൻ സകലത്തെയും ശുശ്രൂഷയിൽ കരം പിടിക്കുക. അവന്റെ പേരാണ് യോസേപ്പ്. രൂബേൻ നോക്കി നിൽപ്പുണ്ട്. 12 പേര് നോക്കി നിൽക്കേ. ദൈവപ്രവൃത്തി വെളിപ്പെട്ടെങ്കിൽ ഇന്ന് രാത്രി തള്ളപ്പെട്ടവന്റെ കൂടെ ദൈവമുണ്ട്. ഇന്ന് രാത്രി മറന്നു പോകരുത്. ലോകം തള്ളട്ടെ, ദേശം തള്ളട്ടെ. വായിച്ച 29, 30, 31 മുതലുള്ള വാക്യങ്ങൾ. രൂബേൻ തിരികെ കുഴിയുടെ അടുക്കൽ ചെന്നപ്പോൾ യോസേപ്പ് കുഴിയിലില്ല എന്ന് കണ്ട് തന്റെ വസ്ത്രം കീറി. സഹോദരന്മാരുടെ അടുക്കൽ വന്ന് ബാലനെ കാണുന്നില്ലല്ലോ, ഞാനിത് എവിടെ പോകേണ്ടു എന്ന് പറഞ്ഞു. പിന്നെ അവൻ ഒരു കോരാട്ടുകൊറ്റനെ കൊന്ന് യോസേപ്പിന്റെ അങ്കി എടുത്ത രക്തത്തിൽ മുക്കി. രൂബേൻ തിരികെ കുഴിയുടെ അടുക്കൽ ചെന്നപ്പോൾ യോസേപ്പിനെ കണ്ടില്ല. അവൻ എന്ത് ചെയ്യുന്ന തന്റെ വസ്ത്രം കീറി. ഇന്ന് രാത്രി ആ വസ്ത്രം കീറപ്പെട്ട രൂബേനെ ഒരു ഗോത്രമാക്കിയ ഒരു ദൈവമുണ്ട്. സ്തോത്രം. യാക്കോബിന്റെ കടികാരത്തുനിന്ന് പുറപ്പെട്ടത്, ഒരു കാര്യം പറയട്ടെ, അപ്പന്റെ സമർപ്പണമാണ് ഗോത്രപിതാക്കന്മാർ പുറത്തു വന്നത്. സ്തോത്രം. ആമേൻ. അപ്പൻ ആണ്ടുതോറും മാത്രമല്ല, അപ്പന് ദൈവം ഒരു അനുഗ്രഹം ചെയ്യുമ്പോൾ അപ്പൻ ദൈവത്തിന് യാഗം കഴിക്കും. ആമേൻ. പ്രാർത്ഥിക്കും, കരയും, ഉപവസിക്കും. ഇന്ന് രാത്രി ദൈവകുഞ്ഞെ, നിനക്ക് വേണ്ടി തുറക്കപ്പെടുന്ന ഒരു സ്വർഗമുണ്ട്. രൂപേന് പിന്നെ വസ്ത്രം കീറേണ്ടി വന്നില്ല. സ്തോത്രം. അവൻ കീറിയപ്പോൾ തന്റെ സഹോദരന്മാർ അടുക്കൽ പോയി പറഞ്ഞു, നോക്കിക്കേ, അവരൊരു കോലാട്ട് കൊറ്റനെ എന്ത് ചെയ്യുന്നറിയാമോ? അറുത്ത്
ആമേൻ, അപ്പൻ കൊടുത്ത അങ്കി. ആമേൻ, യോസേപ്പിന് അപ്പൻ കൊടുത്ത അങ്കി. ആമേൻ, ഹല്ലേലൂയ. അങ്കിയെ പ്രൈസ് ദി ലോർഡ് രക്തക്കറ പുരട്ടി. സ്തോത്രം. ആമേൻ, സ്തോത്രം. ഇന്ന് ആമേൻ രാത്രി പരിശുദ്ധാത്മാവിൽ നിങ്ങൾ ആ വാക്യം നിങ്ങൾ വായിക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ് നോക്കിയേ, 29-30 വാക്യം സഹോദരന്മാരുടെ അടുക്കൽ വന്ന് ആമേൻ ആമേൻ സ്തോത്രം, ബാലനെ കാണുന്നില്ലല്ലോ, ഞാൻ ഇനി എവിടെ പോകേണ്ടു എന്ന് പറഞ്ഞു. പിന്നെ അവർ ഒരു കോലാട്ടുകൊറ്റനെ കൊന്ന് യോസേപ്പിന്റെ അങ്കി എടുത്ത് രക്തത്തിൽ മുക്കി. ഇന്ന് രാത്രി യോസേപ്പിന്റെ അങ്കി എടുത്ത് രക്തത്തിൽ മുക്കി. പ്രൈസ് ദി ലോർഡ്. ഈ രാത്രി യോസേപ്പിന് അങ്കി കൊടുത്ത സമയം മുതൽ ആമേൻ അസൂയ തുടങ്ങി. ആമേൻ. ചിലതൊക്കെ നിന്നെ ഏൽപ്പിക്കുമ്പോഴേ, ചിലത് ദൈവം നിന്നെ ചുമതലപ്പെടുത്തുമ്പോഴേ, കർത്താവിന്റെ കൃപയിൽ നീ നിൽക്കുന്നെന്ന് ശത്രുരാജ്യം അറിയുമ്പോഴേ ആമേൻ ശത്രു ആമേൻ പ്രൈസ് ദി ലോർഡ് പുറത്ത് ഇറങ്ങും. ദൈവത്തിൽ നീ പേടിക്കണ്ട. നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ എൻ്റെ ദൈവം, അത്ഭുതങ്ങളെ ചെയ്യാൻ അവൻ സർവശക്തനാണ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവകുഞ്ഞെ, എത്ര അങ്കി ഇനി ആമേൻ സ്തോത്രം രക്തത്തിൽ മുക്കിയെടുത്താലും നീ ഭാരപ്പെടണ്ട. നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സ്വർഗം ഇന്ന് രാത്രി ഇതിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. സംഭവിച്ചതെല്ലാം അറിഞ്ഞപ്പോൾ അവൻ വസ്ത്രം കീറി. ഇന്ന് പകൽക്കാലം ആമേ അനുജനെ കാണാനില്ല, കുഴിക്കകത്തുന്നില്ല എന്നറിഞ്ഞപ്പോൾ തന്റെ വസ്ത്രം കീറി. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ശത്രു രാജ്യത്തിനകത്ത് ദാവീദിനോട് ഫൈറ്റ് ചെയ്തവൻ മരിച്ചപ്പോൾ ദാവീദിന്റെ വസ്ത്രം കീറി. ഇന്ന് രാത്രി ദൈവത്തിന്റെ പ്രവർത്തിക്കായി നിൽക്കുന്ന ദൈവമൈതലേ, യോശുവ കാമേ സ്തോത്രം തന്റെ വസ്ത്രം കീറി. ഇന്ന് രാത്രി ദൈവത്തിന്റെ പ്രവർത്തിക്കായി നിന്ന ആമേൻ ആരൊക്കെ ഉണ്ടോ, ഇന്ന് രാത്രി ദൈവമൈതലേ, ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നിനക്ക് പിന്നെ കരയേണ്ടി വരത്തില്ല. ദൈവം ചില അത്ഭുതങ്ങൾ ചെയ്യാൻ പോകുക. ഇന്ന് രാത്രി കണ്ണുകൾ അടയ്ക്കാമോ? ഇവിടെ പറയുക, മോർദെഖായി സംഭവിച്ചതെല്ലാം അറിഞ്ഞപ്പോൾ രട്ടെടുത്ത് വെണ്ണുനീരിലിടുന്നു. ആമേൻ സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. അത്യുച്ചത്തിൽ അവൻ നിലവിളിച്ചു. ഇന്ന് രാത്രി അവന്റെ വസ്ത്രം എന്ത് ചെയ്തു? കീറിക്കളഞ്ഞു. ആമേൻ. ഈ രാത്രി സ്തോത്രം, ഹൃദയങ്ങൾ കീറിയിട്ടുണ്ടോ? വേദന കൊണ്ട് നിറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ വസ്ത്രങ്ങളെയല്ല കീറേണ്ടത്, നിങ്ങൾ ഹൃദയത്തെ കീറേണ്ടത്. ഹല്ലേലൂയ. ഹൃദയത്തെ കീറിയ ആരും അറിയത്തില്ലല്ലോ, എന്നാൽ ഹൃദയത്തെ കീറിയത് ദേശം മുഴുവനും അറിഞ്ഞു. അത്യുച്ചത്തിൽ മോർദെഖായി നിലവിളിച്ചു. സ്തോത്രം. ഹൃദയം കീറി മുറിച്ചു. ഹല്ലേലൂയ. വസ്ത്രം മാത്രമല്ല മോർദെഖായി കീറിയത്, ആമേ ഹൃദയം കീറി കർത്താവിലേക്കൊന്ന് ഏൽപ്പിച്ചു കൊടുത്തു. ദൈവകുഞ്ഞെ, ഇന്ന് രാത്രി ആ കർത്താവിലേക്കൊന്ന് ഏൽപ്പിച്ചു കൊടുത്തേ. ആമേൻ. ആ ദൈവത്തിന്റെ പ്രവൃത്തി ആമേ സ്തോത്രം ഒന്ന് ഏറ്റെടുത്തേ, കർത്താവിലേക്കൊന്ന് താഴ്ത്തി കൊടുത്തേ.